കുടിശ്ശിക തുക കരാറുകാർക്ക് നൽകാതെ കോൺട്രാക്ടർമാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സോണി മാത്യു. സർക്കാരിന്റെ ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സോണി മാത്യു പറഞ്ഞു. അടുത്ത ബഡ്ജറ്റിൽ കോൺട്രാക്ടർമാർക്ക് പൈസ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ചെറുകിട കരാറുകാർക്ക് യാതൊരുവിധ പിന്തുണയുമില്ല. അതുപോലെ തന്നെ വൻകിട കരാറുകാർ വരുമ്പോൾ അവർക്ക് അഡ്വാൻസ് പൈസ കൊടുക്കുന്നുണ്ട്. വൻകിട കരാറ് പറഞ്ഞാൽ 50 കോടിയും 100 കോടിയുടെയൊക്കെ വർക്കുകൾ ഏറ്റെടുക്കുന്നവർക്ക് നല്ല രീതിയിൽ പണി ചെയ്യിക്കാൻ 1 കിലോമീറ്ററിന് 1 കോടിയും 2 കോടിയും രൂപ ഇൻവെസ്റ്റ്മെന്റാണ്. അതേസമയം ഇവിടെ പാവപ്പെട്ടവൻ ചെയ്യുന്ന ഇവിടെ വർക്കുകൾക്ക് 20 മില്ലിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ കനത്തിൽ വർക്കുകൾ ചെയ്ത് അതിന് 1 വർഷവും 2 വർഷവും ഗ്യാരണ്ടി കൊടുക്കണം. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ വൻകിട കരാറുകാർ വരുമ്പോൾ അവരുടെ 30 സെന്റിമീറ്റർ GSBയും 30 സെന്റിമീറ്റർ വെറ്റ് മിക്സ് അതിന്റെ മേളിൽ 10-15 സെന്റിമീറ്റർ കനത്തിൽ ടാറിങ്ങും കൊടുത്താൽ ആ വർക്ക് കാണുമ്പോൾ പാവപ്പെട്ടവരായ നമ്മുടെ വർക്കുകൾ ചെയ്യുന്നത് കാണുമ്പോൾ ഈ വ്യത്യാസം നാട്ടുകാരോർക്കും ഇവിടെ നമ്മൾ കളിപ്പീരുകാരാണ്, ഇവിടെ നമ്മൾ കൊള്ളരുതാത്തവരാണ്. അത് പൊതുജനം മനസ്സിലാക്കണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A. ജോസ് അധ്യക്ഷത വഹിച്ചു.